കണ്ണാടിയിൽ നോക്കിയിട്ട് മുമ്പിൽ കണ്ണാടി വെച്ചിട്ട് ബാക്കിലെ കണ്ണാടിയിൽ നിന്ന് നോക്കാൻ പറ്റി. അതങ്ങനെ നോക്കിയാൽ എൻ്റെ തല കണ്ട് എനിക്ക് തന്നെ വല്ലാത്ത പ്രശ്നമായിപ്പോയി. പിന്നെ ഞാൻ നോക്കിയിട്ടില്ല എൻ്റെ തല. അങ്ങനെ മരുന്ന് വാങ്ങി ഇപ്പം 4-4.5 മാസമായി മരുന്ന് എടുക്കുന്നു. നല്ല സുഖമുണ്ട്. ഇപ്പോൾ ഹാപ്പിയാണ്. മുടി ഇത്രയും കൊഴിഞ്ഞിനോന്ന് അന്നേരം ഞാൻ അറിയുന്നു. കുറച്ചെല്ലാം നല്ലോണം വന്ന മുടി എനിക്ക് കുറച്ചേ ഒഴിവുള്ളൂ. എനിക്ക് ട്രീറ്റ്മെൻറ്റ് തുടരണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മുടി വട്ടത്ത് കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേങ്കിലും മുടി ഇങ്ങനെ ഊരുന്നുണ്ട് നല്ലോണം. ചൊറിച്ചലും ഫസ്റ്റ് ഭയങ്കര ചൊറിച്ചലായിരുന്നു. അവർക്ക് എനിക്ക് വട്ടാറ്റായി അങ്ങനെ ഭയങ്കര ചൊറിഞ്ഞ് പറഞ്ഞ് മുടി ഊരുന്നുണ്ട്. ഇതെന്നാന്നൊന്നും അസുഖമൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം പിന്നെ രണ്ടിടത്ത് വന്ന് പിന്നെ വേറെടുത്ത് വന്ന് എന്നിട്ട് ഹോമിയോ മരുന്ന് കുടിച്ച് കുറച്ച് അതുകൊണ്ട് വേഗം ആവില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അലോപ്പതി ഡോക്ടറെ കാണിച്ച് 2 മാസം അവിടെ നിന്ന് മരുന്നെടുത്തുകൊണ്ട് നോക്കുമ്പോൾ ഈ വിവരം സ്റ്റാറ്റസ് കണ്ടത്. എന്നിട്ട് ലാബിലുള്ള ഒരു എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞ മട്ടന്നൂർ പോയി നോക്ക്, അത് ഭയങ്കര ഇതാണ് ഫേമസ് ആണെന്ന് പറഞ്ഞ് അവിടെ ഞാൻ ഓള് പറഞ്ഞോടെ അന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് തലയെല്ലാം കാണിച്ച് മരുന്ന് വാങ്ങി. ഇപ്പം 4 മാസം കഴിഞ്ഞു. ഇപ്പം മുടി നല്ലോണം വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് ഒഴിവുണ്ട് ഇന്നും. അത് വരണം. അത് ആരെയും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരോടും ഞാനിത് പറഞ്ഞു കൊടുക്കും. വിജയ മാസ്റ്റർ ക്ലിനിക്കിൽ പോകണം, എന്നാലും ഇത് ശരിയാവും. എന്നോട് കുറേ ആൾ വേറെ പറഞ്ഞു തന്നെ ഈ എണ്ണ തരാം വേറെ തരാമെന്നെല്ലാം. ഞാനതൊന്നും കണക്കാക്കാണ്ട് ഇവിടെ വന്ന് മരുന്ന് വാങ്ങി ഇപ്പം 4-4.5 മാസമായി മരുന്ന് എടുക്കുന്നു. നല്ല സുഖമുണ്ട്. ഇപ്പോൾ ഹാപ്പിയാണ്. ഭയങ്കര കളിയാക്കലായിരുന്നു മുടി പോയ സമയത്ത്. ഓരോരുത്തർ എനിക്ക് എവിടെയും പോകാൻ പറ്റും. ഞാനൊരു കളക്ഷൻ ഏജൻ്റാണ്. പിന്നെ അവിടെ പോകുമ്പോൾ എല്ലാം കുട്ടികളും വീട്ടിൽ നിന്നും എല്ലാം മൊത്തം കടയിൽ പോയാലെല്ലാം പറയും. പറയണ്ട അങ്ങനത്തതല്ല പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് നേരെ പിന്നെ എനിക്ക് തന്നെ വിഷമായി. പിന്നെ പറയും കറുത്ത തുണി തലയിൽ കെട്ട് തൊപ്പി വെക്ക് അല്ലെങ്കിൽ വിഗ് വാങ്ങി വെക്ക് എന്നെല്ലാം പറയും. ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ മുടിയുള്ള പോലെ തന്നെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കണ്ടാലും വാങ്ങിച്ചിട്ട് കുറേ എവിടെയും പോയിട്ടില്ല. പിന്നെ അങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. ഇവിടെയെല്ലാം പോയിട്ട് ഏറ്റവും വിഷമം തോന്നി കടയിൽ നിന്ന് ഇത് പറഞ്ഞുതരാം. ആദ്യം കണ്ടിയോൾ തന്നെ ഇപ്പം നല്ല മുടി വന്നല്ലോ, SH നല്ല മുടിയായി നിങ്ങൾക്ക്, ഇതാ ബാക്കിലെല്ലാം നല്ലോണം അത് കവർ ചെയ്തതിനെല്ലാം കറുപ്പുണ്ട് കേട്ടോ, ആദ്യത്തെ പോലെയെല്ലാം എന്നെല്ലാം പറയുന്നുണ്ട്.